ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മാർക്കറ്റ് സിഗ്നലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് 1973 മൈക്കിൾ സ്പെൻസ് എന്ന എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ് കേട്ടോ. അതായത് ഇദ്ദേഹം പറയുന്നത് രണ്ട് പാർട്ടീസ് ഉണ്ട്. ഒരു പാർട്ടിക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടുതലായിരിക്കും, അടുത്ത പാർട്ടിക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കുറവായിരിക്കും. അതായത് ഒരു അസിമെട്രി ഓഫ് ഇൻഫർമേഷൻ ആണ് ഇവർ രണ്ടും തമ്മിൽ. ഓക്കെ, അപ്പം ഇൻഫർമേഷൻ കൂടുതലുള്ള പാർട്ടി ഇൻഫർമേഷൻ കുറച്ചുള്ള പാർട്ടിക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന ഇൻഫർമേഷൻ കൈമാറുന്ന ഒരു പ്രോസസ്സാണ് ഈ മാർക്കറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. മാർക്കറ്റ് സിഗ്നലിംഗ്. മാർക്കറ്റ് സിഗ്നലിംഗ് ഇസ് എ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്കിൾ സ്പെൻസ് 1973. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1973 ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ലേബർ എക്കണോമിക്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് വൺ പാർട്ടി, അതായത് ഒരു പാർട്ടി ക്രെഡിബിൾ ആയിട്ടുള്ള വിശ്വസനീയമായ ചില ഇൻഫർമേഷൻ മറ്റൊരു പാർട്ടിക്ക് കൈമാറുന്നതിനെയാണ്. ഈ വൺ പാർട്ടി എന്ന് പറയുന്നത് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള പാർട്ടി കുറച്ച് ഇൻഫർമേഷൻ ഉള്ള പാർട്ടിക്ക് ഈ ഇൻഫർമേഷൻ വിശ്വസനീയമായ ഇൻഫർമേഷൻസ് കൈമാറുന്നതിനെയാണ് ഇവിടെ മാർക്കറ്റിൽ ആണ് കേട്ടോ. അത് ഇങ്ങനെ കൈമാറുന്നതിനെയാണ് ഈ പ്രോസസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഇൻഫർമേഷൻ അസിമെട്രി, അതായത് തുല്യമല്ലാത്ത ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് ഇൻഫർമേഷൻ കുറവുമല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു അസിമെട്രി ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് മറ്റൊരു വാക്കുകളിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് സൂചിപ്പിക്കുന്നത്. സിഗ്നൽസ് ഹെൽപ്പ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്ക് അൺസർട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ ഇവന്റ്സിൽ അൺസർട്ടനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഇൻഫർമേഷൻ ഈ കൈമാറുമ്പോഴത്തേക്ക്, അതായത് കുറഞ്ഞ ഇൻഫർമേഷൻ കുറവുള്ള പാർട്ടിക്ക് ഈ കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള പാർട്ടിയിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് അവിടെ ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കീ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്: ഇൻ മെനി മാർക്കറ്റ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡു നോട്ട് ഹാവ് ഈക്വൽ ഇൻഫർമേഷൻ. അതായത് ഒരുപാട് മാർക്കറ്റിൽ നമുക്കറിയാം ബയേഴ്സിനും സെല്ലേഴ്സിനും തുല്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കില്ല ഉണ്ടാവുന്നത്. ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു ജോബ് ആപ്ലിക്കന്റിന് അയാളുടെ ട്രൂ എബിലിറ്റി മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ ജോലിക്ക് എടുക്കുന്ന ആൾക്ക് അത് ബോധ്യപ്പെടണമെന്നില്ല. അത് നിങ്ങൾക്ക് അത് തെളിയിക്കണം, മനസ്സിലായില്ലേ? അപ്പം ബട്ട് ദ എംപ്ലോയർ ഡസിൻ, അത് ആരാണോ നിങ്ങളെ ജോലിക്ക് എടുക്കുന്നത് അവർക്ക് ഇന്റർവ്യൂയിലൂടെയൊക്കെ ഒരു പരിധി വരെയൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു യൂസ്ഡ് കാർ സെല്ലറിനറിയാം ആ കാറിന്റെ കണ്ടീഷൻ. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച കാർ മറ്റൊരാൾ വിൽക്കുമ്പോഴത്തേക്ക് ആ കാറിന്റെ കണ്ടീഷൻ ഞാൻ എത്ര നാൾ ഓടിച്ചപ്പോഴത്തേക്ക് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ വാങ്ങുന്ന ആൾക്ക് അത് എന്തൊക്കെ ഫോൾട്ടുകൾ ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അത് ഈക്വൽ ഇൻഫർമേഷൻ അല്ല അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഓവർകം ചെയ്യുന്നതിന് ഇപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള, അപ്പം കാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാണ് കൂടുതൽ ഇൻഫർമേഷൻ കാറിനെ കുറിച്ചുള്ളത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ വാങ്ങുന്ന ആൾ കൈമാറുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാമല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ പണി ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, ടു ഓവർകം ദിസ് ദ ഇൻഫോംഡ് പാർട്ടി സെൻസ് എ സിഗ്നൽ ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് ബൈ ദ അൺഇൻഫോംഡ് പാർട്ടി. മനസ്സിലായി ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ. അപ്പം ഇത് ഇൻഫർമേഷൻ കുറവുള്ള പാർട്ടിക്ക് ഇദ്ദേഹം ഇൻഫർമേഷൻ കൂടുതലുള്ള പാർട്ടി സിഗ്നൽ കൊടുക്കുന്നു, അതായത് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് ഇതിന്റെ കീ ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഒന്നാമത്തേത് ജോബ് മാർക്കറ്റ്. ഈ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്പെൻസേഴ്സ് ക്ലാസിക് എക്സാമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ: വർക്കേഴ്സ് നോ ദെയർ പ്രൊഡക്ടിവിറ്റി ബട്ട് എംപ്ലോയേഴ്സ് ഡോണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കേഴ്സിന് അറിയാം അവർ എത്രമാത്രം പ്രൊഡക്റ്റീവ് ആണെന്നുള്ളത്, എന്നാൽ എംപ്ലോയേഴ്സിന്, മുതലാളിമാർക്ക് അറിയില്ല. അപ്പം ഗെറ്റിംഗ് ആൻ എഡ്യൂക്കേഷൻ ഡിഗ്രി ആക്ട്സ് ആസ് എ സിഗ്നൽ ഓഫ് എബിലിറ്റി. ഒരു ഡിഗ്രി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു എഡ്യൂക്കേഷൻ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എബിലിറ്റിയെ തെളിയിക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ ഓക്കെ ഇദ്ദേഹം ഏബിൾ ആണെന്ന് എംപ്ലോയർക്ക് മനസ്സിലാവും. ഓക്കെ, ഈവൻ ഇഫ് എഡ്യൂക്കേഷൻ ഡസൻ ഡയറക്ട്ലി ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നില്ല. ഡിഗ്രി ഉണ്ടെന്ന് വെച്ചിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടണമെന്നില്ല. എന്നാലും ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും കഴിവുണ്ടെന്ന് എംപ്ലോയർക്ക് ഒരു പരിധി വരെ ബോധ്യപ്പെടും. ഇറ്റ് സിഗ്നൽസ് ദാറ്റ് ദ വർക്കർ ഈസ് സ്കിൽഡ് ആൻഡ് ഡിസിപ്ലിൻഡ്. അത് സിഗ്നൽ കൊടുക്കുന്നതാണ് വർക്കർ സ്കിൽഡ് ഡിസിപ്ലിൻഡ് ആണെന്നാണ് അദ്ദേഹത്തിന് അത് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം ഹൈ എബിലിറ്റി ഉള്ള ആൾക്ക് വിദ്യാഭ്യാസം നേടാൻ എളുപ്പമാണ്, എന്നാൽ ലോ എബിലിറ്റി ഉള്ള വർക്കറിന് ആ എഡ്യൂക്കേഷൻ കിട്ടാൻ പാടാണ്. അതാണ് എൻ്റെ സൂചന എന്ന് പറയുന്നത്. അടുത്തത് യൂസ്ഡ് കാർസിന്റെ എക്സാമ്പിൾ ആണ്. ഇതിനെ അക്കലോസ് ലെമൺ പ്രോബ്ലം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് എ സെല്ലർ നോ ഇഫ് ദെയർ കാർ ഈസ് ഗുഡ് ഓർ എ ലെമൺ. അതായത് ഒരു സെല്ലറിന് അറിയാം അദ്ദേഹത്തിന്റെ കാറ് നല്ല ക്വാളിറ്റി ഉള്ളതാണോ അതോ ലെമൺ ആണോ എന്നുള്ളത്. ലെമൺ എന്ന് പറയുന്നത് ബാഡ് ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ, ആണെന്ന് സെല്ലർക്ക് അറിയാം. ഓക്കെ, എ സെല്ലർ മേ ഗീവ് എ വാറണ്ടി ആസ് എ സിഗ്നൽ ഓഫ് ക്വാളിറ്റി. ഓക്കെ, ഇത് അദ്ദേഹം നല്ല കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാസം വാറണ്ടി ഞാൻ തരുന്നു, ഒരു ക്വാളിറ്റിയുടെ അടയാളമായിട്ട്. ഓക്കെ, അതാണ് യൂസ്ഡ് കാറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. അതായത് കമ്പനീസ് മേ പേ ഹൈ ഡിവിഡൻസ് ടു സിഗ്നൽ
ഫൈനാൻഷ്യൽ ഹെൽത്ത്, കമ്പനീസ് കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കും. ഓക്കെ, എന്തിനാണ് നമ്മൾ കമ്പനി നല്ല ഫൈനാൻഷ്യൽ ഹെൽത്തിലാണെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് അവരുടെ കോൺഫിഡൻസ് ആണ്. ടേക്കിംഗ് ഓൺ ഡെറ്റ് ക്യാൻ ആൾസോ സിഗ്നൽ കോൺഫിഡൻസ്, അതായത് കടമെടുക്കുന്നതും എന്താണ് ഒരു കോൺഫിഡൻസിന് സൂചകമാണ്. അതായത് ബിക്കോസ് വീക്ക് ഫേംസ് വുഡ് അവോയ്ഡ് ദ റിസ്ക്, അതായത് വീക്ക് ഫേംസ് കടമെടുത്ത് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവത്തില്ല. അപ്പം ഒരുപാട് ബൾക്കായിട്ട് കടമെടുക്കുന്നതും ഒരു എന്താണ് ലോൺസ് എടുക്കുന്നതും എന്താണ് ഒരു സിഗ്നലിങ്ങിന് ഉദാഹരണമാണ്. അതായത് നിങ്ങളെ കമ്പനി സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സിഗ്നലിങ്ങിലുള്ള കണ്ടീഷൻസ് നോക്കാം. കണ്ടീഷൻസ് ഫോർ എഫക്റ്റീവ് സിഗ്നലിംഗ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ സിഗ്നൽ മസ്റ്റ് ബി കോസ്റ്റ്ലി ഓർ ഡിഫിക്കൽട്ട് ടു ഫേക്ക്, അതായത് ഈ സിഗ്നൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫേക്ക് ചെയ്യാൻ പാടായിരിക്കണം. ഓക്കെ, അത് ആർക്കും ഇങ്ങനെ ഇൻഫർമേഷൻ എടുത്ത് കൊടുക്കുന്ന, വാറണ്ടി കൊടുക്കുന്നത് ഇപ്പം പുവർ ക്വാളിറ്റി പ്രൊഡക്റ്റിനും ഒരു ഫേക്ക് ചെയ്യുന്ന രീതിയിൽ അത് എന്താവരുത്, അങ്ങനെ വാറണ്ടി കൊടുക്കുന്ന രീതിയിൽ വരരുത്. അപ്പോൾ അതൊരു ഫേക്ക് സിഗ്നലിംഗ് ആണ്, അങ്ങനെ ആവരുത്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഓക്കെ, ഫേക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കണം. അതർവൈസ് ലോ ക്വാളിറ്റി ടൈപ്സ് വുഡ് ആൾസോ യൂസ് ഇറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി ടൈപ്പും ഇതേ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യും. മനസ്സിലായില്ലേ? അടുത്തെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഒബ്സർവബിൾ, അത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ആൻഡ് ഇന്റർപ്രറ്റബിൾ, അതായത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കും. ആർക്ക്? ലെസ് ഇൻഫോംഡ് പാർട്ടിക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അത് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കണം. അടുത്തത് ഇറ്റ് ഷുഡ് സെപ്പറേറ്റ് ഹൈ ക്വാളിറ്റി ഫ്രം ലോ ക്വാളിറ്റി പാർട്ടിസിപ്പൻസ്, അതായത് ഹൈ ക്വാളിറ്റി പാർട്ടിസിപ്പൻസ് ഉണ്ട്, ലോ ക്വാളിറ്റി പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഈ സിഗ്നൽ കൊടുക്കുന്ന പാർട്ടിസിപ്പൻസ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കാൻ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ആവശ്യമാണ്. ഇതിനെയാണ് സെപ്പറേറ്റിംഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെപ്പറേറ്റിംഗ് ഇക്വിലിബ്രിയം അവിടെ ആവശ്യമാണ്. ഓക്കെ, എന്നാലേ ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റി തമ്മിലുള്ള ഒരു വ്യത്യാസം റിസീവർക്ക്, അതായത് ലോ ഇൻഫർമേഷൻ ഉള്ള ആൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് സിഗ്നലിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ഇൻഫോംഡ് സൈഡ് ഓഫ് ദ മാർക്കറ്റ് സെൻസ് ക്രെഡിബിൾ സിഗ്നൽസ്, അതായത് മാർക്കറ്റിന്റെ ഇൻഫോംഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻ ഉള്ള ആ ഒരു പാർട്ടി വിശ്വസനീയമായ ആയിട്ടുള്ള സിഗ്നലുകൾ സെൻഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് വിശ്വസനീയമായിട്ടുള്ള സിഗ്നൽസ്? ഇപ്പോൾ എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ, വാറണ്ടീസ്, ഡിവിഡൻസ്, ഇങ്ങനെയുള്ള സിഗ്നലുകൾ സെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ഇൻഫർമേഷൻ അസിമെട്രി, ഒരു ഇൻഫർമേഷൻ അസിമെട്രി അവിടെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അസിമെട്രി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് ദ അൺഇൻഫോംഡ് സൈഡ്, അതായത് അൺഇൻഫോംഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിയുടെ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.